أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയുള്ളവരായി ജീവിതം നയിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഹിജറ വർഷത്തിൻ്റെ ആരംഭമാണ്. ഹിജറ വർഷമനുസരിച്ച് ഒരു പുതിയ വർഷം, പുതുവർഷം പിറക്കുകയാണ്. 1447 ഹിജറ വർഷത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഹിജറ വർഷത്തിൻ്റെ ഒടുക്കം, അതിൻ്റെ അവസാനം ദുൽഹിജ്ജ, അതിൻ്റെ തുടക്കം മുഹറം. ഇത് രണ്ടും, ഒടുക്കവും തുടക്കവും, രണ്ടും പവിത്രമായ മാസങ്ങളാണ്. വഖാലൽ ഹസനുൽ ബസരി റഹിമഹുല്ലാ, ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞതായി ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇന്നല്ലാഹ ഇഫ്തതഹ ഹസ്സനത, അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷം ആരംഭിച്ചിട്ടുള്ളത് ബിശഹരി ഹറാം, പവിത്രമായ മാസം കൊണ്ടാണ്. വഖ്തതമഹ ബിശഹരി ഹറാമിൻ, മാസം അവസാനിക്കുന്നതും, ഒരു വർഷത്തിലെ മാസം അവസാനിക്കുന്നതും ഇതുപോലെ പവിത്രമായ ഒരു മാസം കൊണ്ടാണ് എന്ന് ഹസനുൽ ബസരി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഇസ്ലാം പല സംഗതികൾക്കും ശ്രേഷ്ഠതകൾ കൽപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം ഒരുപോലെയല്ല, പലതിനും ശ്രേഷ്ഠതകൾ കൽപ്പിച്ചിട്ടുണ്ട്. ചിലത് ചിലതിനേക്കാൾ എത്രയോ മഹത്തായതാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ പ്രവാചകന്മാരും ഒരുപോലെയല്ല. 1,00,000-ലധികം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. 25ഓളം പ്രവാചകന്മാരുടെ പേരുകൾ പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഓരോരുത്തർക്കും പ്രത്യേകമായ ചില പേരുകളും ചില പദവികളും ശ്രേഷ്ഠതകളുമൊക്കെ നൽകിയിട്ടുണ്ട്. ഉദാഹരണം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന നിലയിലാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തിയത് അബുൽ ബശർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ കലീമുല്ലാഹ്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെ പല പ്രവാചകന്മാർക്കും വ്യത്യസ്തങ്ങളായ പദവികൾ നൽകിയിട്ടുണ്ട് എന്ന്
പരിശുദ്ധ ഖുർആൻ തന്നെ ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് തിൽക്കർ റുസൂലു ഫളൽനാ ബഅദഹും അലാ ബഅദ്, തിൽക്കർ റുസൂലു ഫളൽനാ ബഅദഹും അലാ ബഅദ്, പ്രവാചകന്മാർക്ക് അള്ളാഹുവിന്റെ ദൂതന്മാർ, അള്ളാഹു നിയോഗിച്ചയച്ചിട്ടുള്ള പ്രവാചകന്മാർ, അവർക്ക് ചിലരേക്കാൾ ചിലർക്ക് ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു വളരെ വ്യക്തമായി അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ സഹാബികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുമ്പോൾ അവരിലും ഇങ്ങനെ തന്നെ ചില ശ്രേഷ്ഠതകൾ ചില സഹാബിമാർക്ക് നൽകിയതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സഹാബികളെ പ്രത്യേകമായി പേരെടുത്ത് പ്രശംസിച്ചുകൊണ്ട് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സഹാബികളില്ലേ, അശറത്തുൽ മുബശ്ശിരീൻ, പ്രത്യേകമായി പേരെടുത്തു പറഞ്ഞ 10 സഹാബികൾ, അവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ള സഹാബികൾ. അപ്പൊ എല്ലാ സഹാബിമാരും ഒരുപോലെയല്ല, എല്ലാ പ്രവാചകന്മാരും ഒരുപോലെയല്ല, വ്യത്യസ്തമാണ്. ശ്രേഷ്ഠതകൾ കൊണ്ട്, പദവികൾ കൊണ്ട് ഒക്കെ വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ ചില സ്ഥലങ്ങൾ, ചില രാജ്യം, ഇതൊക്കെ അല്ലാഹു തആല ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. മക്ക രാജ്യത്തിന് അല്ലാഹു തആല പദവി നൽകി, ശ്രേഷ്ഠത നൽകി. പള്ളികൾക്ക് അല്ലാഹു തആല ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്. പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് 3 പള്ളികളിലേക്കല്ലാതെ യാത്ര പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര അനുവദിച്ചിട്ടുള്ളത് 3 പള്ളികളിലേക്കാണ്. 1 മക്കയിലേക്ക് മസ്ജിദുൽ ഹറം, 2 മദീനത്തെ പള്ളി മസ്ജിദുൻ നബവി, 3 ബൈത്തുൽ മുഖദ്ദസ്. ഈ പള്ളികളിലേക്കാണ് യാത്ര പുണ്യമാഗ്രഹിച്ചുകൊണ്ട് യാത്ര അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? അള്ളാഹുവിന്റെ പള്ളികളാണ്, ഭവനങ്ങളാണ്. അവ ഇങ്ങനെ പള്ളികൾക്ക് അല്ലാഹു തആല ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ചില രാജ്യത്തിന് അല്ലാഹു തആല ശ്രേഷ്ഠത പദവി നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചില രാത്രികൾ, എല്ലാ രാത്രിയും ഒരുപോലെയല്ല. ചില രാത്രികൾക്ക് അല്ലാഹു തആല ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ, നിർണയ രാത്രി എന്നറിയപ്പെടുന്ന ലൈലത്തുൽ ഖദറിന് അല്ലാഹു തആല പുണ്യം നൽകിയിട്ടുണ്ട്, പവിത്രത നൽകിയിട്ടുണ്ട്. ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാളും പുണ്യകരമാണ്, മഹത്തായതാണ് എന്ന് ലൈലത്തുൽ ഖദറിനെ കുറിച്ച്, ആ ഒരു രാത്രിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ രാത്രികൾക്ക് പ്രാധാന്യം നൽകിയതുപോലെ തന്നെ ചില ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ചില മറ്റ് ദിവസങ്ങളിൽ നിന്ന് പ്രത്യേകമായി എടുത്തു പറയപ്പെട്ട ദിവസങ്ങളുണ്ട്. ഇന്ന അഫ്ളൽ അയ്യാമിക്കും, നിങ്ങളുടെ ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് യൗമുൽ ജുമുഅ, ജുമുഅ ദിവസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നിരവധി അനവധി കാര്യങ്ങൾക്ക് അല്ലാഹു തആല ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്, പവിത്രത നൽകിയിട്ടുണ്ട്. അല്ലാഹുവും റസൂലും ആദരിച്ചവയെ ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിച്ചതിനെ ബഹുമാനിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുള്ള സംഗതികളാണ്. പരിശുദ്ധ ഖുർആൻ ആ കാര്യമെടുത്തു നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, അല്ലാഹുവിന്റെ ശിആറുകളെ, അല്ലാഹു ബഹുമാനിച്ചതിനെ ആദരിച്ചതിനെ ആരാണ് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്? അത് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് തഖ്വയുള്ള ഹൃദയങ്ങളുടെ അടയാളമാണ്, സൂക്ഷ്മതയുള്ള കൽബുകളുടെ അടയാളമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുകയാണ്. അപ്പൊ അള്ളാഹു ആദരിച്ചതിനെ, അള്ളാഹു ബഹുമാനം നൽകിയതിനെ, മുഹമ്മദ് റസൂലുള്ളാഹ് ഇന്നതിനെയൊക്കെ അല്ലാഹു തആല ആദരവ് നൽകിയിട്ടുണ്ട് എന്ന് പഠിപ്പിച്ചതിനെ,
വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനെയൊക്കെ ആദരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിൽപ്പെട്ട ഒന്നാണ് മുഹറമാസം, ഷഹ്റുല്ലാഹ് അൽ മുഹറം. മുഹറമിനെ പരിചയപ്പെടുത്തുന്നത് ഷഹ്റുല്ലാഹ്, അത് അള്ളാഹുവിന്റെ മാസം എന്ന നിലയിലാണ്. ആ ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പവിത്രമായ മാസം എന്ന നിലയിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഫ്ളലുസ് സിയാം ബഅദ റമളാൻ ഷഹ്റുല്ലാഹി അൽ മുഹറം. അഫ്ളലുസ് സിയാം, ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ്, റമളാനിലെ നിർബന്ധമാക്കപ്പെട്ട റമളാനിലെ നോമ്പിന് ശേഷം പവിത്രമായ നോമ്പ് എന്ന് പറയുന്നത് അത് ഷഹ്റുല്ലാഹി അൽ മുഹറം, അള്ളാഹുവിന്റെ മാസം എന്ന നാമകരണം ചെയ്യപ്പെട്ട ഈ മുഹറം മാസത്തിലെ നോമ്പ് അതത്രമാത്രം പവിത്രമാണ് എന്ന് റസൂലുള്ളാഹി. വഅഫ്ളലുസ് സലാ, ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ബഅദൽ ഫരീള, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയിട്ടുള്ളത് സ്വലാത്തുൽ ലൈൽ, രാത്രിയിലെ നമസ്കാരമാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം നിർവഹിക്കുന്ന നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ റസൂലുള്ളാഹി സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ നിലക്ക് പരിശുദ്ധ മുഹറം മാസത്തിന്റെ പവിത്രതയും എന്തുകൊണ്ട് മുഹറം മാസം പവിത്രമായി എന്നതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതറിയലും അത് മനസ്സിലാക്കലും ബാധ്യതയുള്ള കാര്യമാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗം ബനൂ ഇസ്രായേൽ വർഗത്തെ സംബന്ധിച്ചാണ് എന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ്. ആരാണ് ഈ ബനൂ ഇസ്രായേൽ? മനസ്സിലാക്കിയതുപോലെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരക്കാണ്. ആ സന്താന പരമ്പരയാണ് ബനൂ ഇസ്രായേൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ ആ ഭാഗം ഞാൻ സൂചിപ്പിച്ചതാണ്. യാക്കൂബ് നബിയുടെ 12 മക്കൾ, ആ 12 മക്കൾക്കും മക്കളുമായി അതിങ്ങനെ വ്യാപിച്ചു വന്ന ആ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു വർഗമാണ് ബനൂ ഇസ്രായേൽ വർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വിഭാഗം എന്ന് പറയുന്നത്. യാക്കൂബ് നബിക്ക് തന്നെ ഇസ്രായേൽ എന്ന് പേരുണ്ടായിരുന്നു. ആ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയാണ് ബനൂ ഇസ്രായേൽ. അന്ന് രാജ്യം ഭരിച്ചിരുന്നത് ഖിബ്തികളായിരുന്നു. ഖിബ്തികൾക്ക് വല്ലാതെ പ്രശ്നമുണ്ടായി. ഇവരിങ്ങനെ മക്കളും അതിങ്ങനെ പെറ്റി പെരുകി വർദ്ധിച്ചു വരുന്നതായി ഖിബ്തികൾ കാണുകയാണ്. ഖിബ്തികളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഏറെ പ്രയാസമുണ്ടാക്കി, അവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി, മാനസികമായി അവർക്ക് വിഷമമുണ്ടായി. എന്തേ കാരണം? ഇവരിങ്ങനെ വർധനവ് വന്നു കഴിഞ്ഞാൽ അധികാര രംഗത്തൊക്കെ അവർ കയറി വരും, എല്ലാം ഈ സന്തതികൾ കൈയടക്കും. അതുകൊണ്ട് തന്നെ ഈ ജനസംഖ്യാ വർധനവ് യഥാർത്ഥത്തിൽ ഈ ഖിബ്തികൾ ഭയപ്പെടുകയാണ്. ഇസ്രായേലിയരോട് വളരെ മോശമായ നിലയിൽ പെരുമാറാനും അവരെ പീഡിപ്പിക്കാനും മർദ്ദിക്കാനും ഒക്കെ അവർ അങ്ങേയറ്റം ശ്രമം നടത്തി. അതിന്റെ ഭാഗമാണ് അന്ന് ജനിച്ചു വീഴുന്ന ആൺകുട്ടികളെ കുഴിച്ചു മൂടണമെന്ന ഉത്തരവ് വരുന്നത്. ഫിറഔനിന്റെ ഹാമാൻ, അദ്ദേഹത്തിന്റെ ഭരണകാര്യങ്ങൾ നടത്തിയിരുന്ന ഹാമാൻ, ഇവരൊക്കെയും അന്ന് ജനിച്ചു വീഴുന്ന ആൺകുട്ടികളെ മുഴുവനും കുഴിച്ചു മൂടാനുള്ള തീരുമാനമെടുക്കുകയും അതവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനനമുണ്ടാകുന്നത്. നമ്മൾ ഈ ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകണം.
അത്തരം ഒരു അന്തരീക്ഷത്തിലാണ് ജനിച്ചു വീഴുന്ന ആൺകുട്ടികളെ കുഴിച്ചു മൂടുകയാണ്. കിബിത്തികളുടെ അഴിഞ്ഞാട്ടമാണ്, അവരുടെ അങ്ങേയറ്റത്തെ പീഡനമാണ്, മർദ്ദനമാണ്. ആ ഒരു കാലയളവിലാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനനം നടക്കുന്നത്. പിന്നീട് ആ രാജ്യത്തിന്റെ വിമോചനം, അതിനിടയിൽ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അവസാനമായി ആ രാജ്യത്തിന്റെ വിമോചനം നടക്കുന്നത് ഈ ജനിച്ചു വീണ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെയാണ് എന്ന ആ ചരിത്രത്തിന്റെ വസ്തുതയാണ് നമ്മൾ അറിയേണ്ടത്. ദുർബലരുടെയും മർദ്ദിതരുടെയും വിമോചനത്തിന് ഉതകും വിധത്തില് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ വളർത്തിക്കൊണ്ടുവരികയും ആവശ്യമായതൊക്കെ വളരെ കൃത്യമായി അല്ലാഹു തആല അതിന് പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. ഇതാണ് ചരിത്രം. അങ്ങനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നു വന്ന് മൂസാ നബിയിലൂടെയാണ് ആ രാജ്യത്ത് ഒരു സമാധാനം ഉണ്ടാകുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ ആ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്, അള്ളാഹുവിന്റെ ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ അള്ളാഹു അവന്റെ കർമ്മ പദ്ധതികളിലൂടെ കാര്യം നടപ്പാക്കുകയാണ്. അത് പരിശുദ്ധ ഖുർആൻ 28-ാം അധ്യായം സൂറത്ത് ഖസസിലെ 5-6 ആയത്തുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുൽഇഫു ഫിൽ അർദ്. വനുരീദു, അല്ലാഹു പറയാ, വനുരീദു, നാം ഉദ്ദേശിക്കുന്നുണ്ട്, അൻ നമുന്ന അലല്ലദീന സ്തുൽഇഫു ഫിൽ അർദ്, ഭൂമിയിൽ ദുർബലരായിട്ടുള്ള, പീഡനം അനുഭവിക്കുന്ന, മർദ്ദനം അനുഭവിക്കുന്ന ആളുകളെ വളർത്തിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവർക്ക് പുണ്യം ചെയ്യാൻ, അവർക്ക് നന്മ ചെയ്യാൻ നാം ഉദ്ദേശിക്കുന്നു എന്ന് അള്ളയാണ് പറയുന്നത്. അപ്പൊ ദുർബല ജനവിഭാഗങ്ങളെ സംരക്ഷിക്കാൻ അല്ലാഹു തആല സംവിധാനമൊരുക്കുകയാണ്. അല്ലാഹു തആല അതിന് പദ്ധതി ആവിഷ്കരിക്കുകയാണ്. അത് മൂസാ നബിയുടെ കയ്യാലെ അല്ലാഹു തആല കാര്യം ഏൽക്കുകയായി, അല്ലെങ്കിൽ അത് നടപ്പാക്കുകയാ. തീർന്നില്ല. വനജഅലഹും അയിമ്മത്തൻ, ഈ പീഡനം അനുഭവിക്കുന്ന ആളുകളെ നാം ആ രാജ്യത്തിന്റെ അധിപരാക്കി മാറ്റും, അവരെ നേതാക്കന്മാരാക്കി മാറ്റും. വനജഅലഹുൽ വാരിസീൻ, അതിന്റെ അനന്തരാവകാശികളായി, ആ ഭൂമിയുടെ അനന്തരാവകാശികളായി അവരെ നാം മാറ്റിയെടുക്കുമെന്ന്. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാ, അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ അള്ളാഹുവിന്റെ തീരുമാനം അല്ലാഹു തആല വളരെ കൃത്യമായി ഘട്ടം ഘട്ടമായി അത് നടപ്പാക്കുകയാണ്. അതാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അത് നടപ്പാക്കുന്നത്. അത് നടപ്പാക്കിയത് ഒരു മുഹറം 10 ആയിരുന്നു എന്ന ചരിത്ര യാഥാർത്ഥ്യമാണ് നമ്മൾ അറിയേണ്ടത്. മുഹറം 10 ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അതാ. ഏത്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തില് വിശ്വസിച്ചിട്ടുള്ള ആളുകൾ, അവരും മൂസാ നബിയിൽ വിശ്വസിച്ചവരെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയാണ്. ചെങ്കടൽ തീരത്തെത്താനും അവിടെ നിന്ന് മൂസാ നബിയുടെ കയ്യിലുള്ള വടി കൊണ്ട് ചെങ്കടലിൽ അടിക്കാനും, അതടിയുടെ ഫലമായി ചെങ്കടൽ 2 ഭാഗത്തേക്ക് പിളരുകയും അതൊരു വഴിയായി മാറി ചെങ്കടലിന് അക്കരേക്ക് പോകാൻ അവിടെ സാധ്യത ഒരുങ്ങുകയും, പിന്നിൽ വന്ന ഫിർഔനും കൂട്ടരും ഇവരെ ആക്രമിക്കാൻ വന്നവരാ ആരൊക്കെയുണ്ടോ അവരൊക്കെയും ആ ചെങ്കടലിൽ മുങ്ങിച്ചത്ത ചരിത്രമാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഈ ഒരു മഹാസംഭവം, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത, എല്ലാവർക്കും ഏത് കാലഘട്ടത്തിലും ഓർമ്മിക്കേണ്ട ഒരു സംഭവം ഉണ്ടായത് ഒരു മുഹറം 10-നായിരുന്നു എന്ന വസ്തുതയാണ് നമ്മൾ അറിയേണ്ടത്. ഇവിടെ അസത്യത്തിനുമേൽ വിജയം നേടിയ ദിനമാണ് മുഹറം 10 എന്ന് പറയുന്നത്. എന്നാൽ മുഹറം 10 മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ മദീനയിൽ ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാ കാര്യമെടുത്ത് പറയുന്നുണ്ട്. ഖാല ഖദിമ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മദീന, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മദീനയിലേക്ക് വന്നപ്പോ ഫറഅൽ യഹൂദ തസൂമു യൗമ അശുറ,
അന്ന് അവിടെയുള്ള യഹൂദികളൊക്കെ യൗമു ആശുറ മുഹറം 10 നോമ്പെടുത്തതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഇതെന്താണ് നിങ്ങളൊക്കെ നോമ്പെടുത്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ചരിത്രം പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹുൻ, ഇന്നത്തെ സുദിനം, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഏറെ പുണ്യകരമായ സ്വാലിഹായ ഒരു ദിവസമാണ്. ഹാദാ യൗമുൻ നജല്ലാ, ഈ ദിവസമാണ് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് ബനി ഇസ്രായേല്യരെ മിൻ അദുവ്വിഹിം, അവരുടെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10 അല്ലെങ്കിൽ ആശുറ ദിനം. അത് ഞങ്ങൾക്കേറെ സന്തോഷകരമായ സുദിനമാണ്. അതുകൊണ്ട് അന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നോമ്പെടുത്തിരുന്നു. ഈ വിഷയം ഇവർ ഈ ചരിത്രം ഈ വസ്തുതകളൊക്കെ പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞു, ഫഅന അഹഖു ബിമൂസ മിൻകും, എന്നാൽ നിങ്ങളെക്കാളും മൂസയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ, അർഹനായിട്ടുള്ളവൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി നോമ്പെടുക്കുകയാ. റസൂലുള്ളാഹി നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഇതാണ് മുഹറം 10 നോമ്പിന്റെ ആ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഹറം 10 ഓരോ വർഷവും കടന്നു വരുമ്പോ മുഹറം 10 കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും അതിന്റെ ചരിത്രം ഇതാണ്. ആ നിലക്ക് മുഹറം 10 റസൂലുള്ളാഹി പറഞ്ഞു, ഇനി ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാഹ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അടുത്ത വർഷം 9 ഞാൻ എടുത്തിരിക്കും എന്ന് റസൂലുള്ളാഹി പറഞ്ഞതിന്റെ ഭാഗമാണ് മുഹറം 9 10 അത് സുന്നത്തായി പരിഗണിക്കപ്പെടുന്നത്. അപ്പം മുഹറം 9 10 എന്ന് പറയുന്ന ഈ ദിവസങ്ങളിലെ നോമ്പ് അത് ഏറെ പ്രാധാന്യമുള്ളതാണ്. അതിന്റെ ചരിത്രമാണ് നമ്മൾ ഈ മനസ്സിലാക്കിയിട്ടുള്ളത്. അതല്ല മറ്റേ നമ്മൾ കേൾക്കുന്ന പലതുണ്ട്, അതൊന്നുമല്ല. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് വരച്ചു കാണിച്ചു തന്ന, നമുക്ക് കൃത്യമായി പറഞ്ഞു തന്ന ഈ ചരിത്രമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെയും അനുയായികളെയും രക്ഷപ്പെടുത്തിയ ഒരു മാസം അല്ലെങ്കിൽ ആ സമയം അത് ഇന്ന ദിവസമാണ് എന്നതിന്റെ പശ്ചാത്തലമാണ് മുഹറം 10 നോമ്പുമായി ബന്ധപ്പെട്ടത്, മുഹറം 9 10 നോമ്പുമായി ബന്ധപ്പെട്ടത് എന്ന് നമ്മൾ അറിയണം. ഇങ്ങനെ ചരിത്രം വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ബാധ്യത. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മുഹറം ഏറെ പവിത്രമായ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ്. ഹിജ്റ വർഷം അതിൻ്റെ ആരംഭം മുഹറം മാസം, അതാണ് രേഖപ്പെടുത്തി വെച്ചത്. ഇവിടെ നമ്മൾ അറിയേണ്ട മറ്റൊരു വസ്തുത, പ്രവാചകൻ ഹിജ്റ വർഷം കണക്കാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയാണ്, യാത്രയാണ്. ജനിച്ച നാട്ടിൽ നിന്ന് തൻ്റേതെല്ലാം അവിടെ ഒഴിവാക്കി വിട്ടേച്ച് പോകുന്നതിനാണ് ഹിജ്റ എന്ന് പറയുക. ഹജറ എന്ന് പറഞ്ഞാൽ വെടിയുക എന്നാണ്. എല്ലാം അവിടെ വിട്ടേച്ച് പോവുക, അങ്ങനെയാണ് ഹിജ്റ. അങ്ങനെ ഹിജ്റ പോകുക. പക്ഷെ അത് ഈ മുഹറത്തിലല്ല നടന്നത്. നമ്മളതിൻ്റെ ചരിത്രം കൃത്യമായി അറിയണം. മുഹറം മാസത്തിലല്ല ഈ ഹിജ്റ. ഹിജ്റ നടന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതാണ് അതിൻ്റെ ചരിത്രം. പക്ഷെ പിന്നെ എങ്ങനെയാണ് ഈ ഹിജ്റ വർഷം മുഹറം കണക്കാക്കിയത്? ഇത് ഉമർ ഖത്താബിൻ്റെ കാലത്ത്, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് ഈ ഹിജ്റയുടെ ഒരു കലണ്ടർ സംവിധാനം രൂപപ്പെട്ടു വരുന്നത്. അന്ന് പല മാസവും തുടങ്ങാം, ഇന്ന മാസത്ത് തുടങ്ങാം എന്നൊക്കെ അഭിപ്രായങ്ങൾ വന്നപ്പോൾ
അവർ പൗരാണികമായി പണ്ട് തന്നെ അവർ ഈ മുഹറം ഇങ്ങനെ എണ്ണി വന്നിരുന്ന ഒരു മാസമായിരുന്നു മുഹറം. അതുകൊണ്ട് നമ്മൾ മുഹറം മുതൽ ആരംഭിക്കുക എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മുഹറം 1ാമത്തെ മാസമായി വന്നിട്ടുള്ളത്. അല്ലാതെ ഹിജറ നടന്നത് എന്തല്ല, ഈ മുഹറം മാസത്തിലല്ല. റസൂലുള്ളാഹി ഹിജറ പോയത് മക്കയിൽ നിന്ന് മദീനത്തേക്ക്, അതിനു മുമ്പ് അബ്സീനിയൻ പലായനം നടന്നത്, ഇതൊന്നും എന്തല്ല, ഈ സമയത്തല്ല എന്ന് നമ്മൾ അറിയുക. ഇരിക്കട്ടെ. പക്ഷേ ഇവിടെ നമ്മൾക്ക് ഒരു വിഷയമുള്ളത്, മുഹറം എന്ന് പറയുന്ന ഈ പവിത്രമായ ഈ മാസം, അതിലെ ചില ദിവസങ്ങൾ അത് ശരിയല്ല എന്ന് വരുത്തി തീർക്കുന്ന ചില അജണ്ടകൾ, ചില സംഗതികളൊക്കെ. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ അത് നഹ്സാണ്. അന്ന് അത് അവലക്ഷണമാണ്. അന്ന് ഒരു കാര്യവും, കല്യാണം അതുപോലെ തന്നെ മറ്റ് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു അന്ധവിശ്വാസം നമ്മുടെ ഈ ഉത്ബുദ്ധ ഈ സമൂഹത്തിൽ പോലും നിലനിൽക്കുന്നു എന്നത് എന്തുമാത്രം ലജ്ജാകരമാണ്. അള്ളാഹു ഷഹറുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പവിത്രമാക്കിയിട്ടുള്ള ഒരു മാസം, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഈ ദിവസത്തെ കോട്ടിമാറ്റുക, അത് എന്നിട്ട് അത് ഇന്ന ദിവസം അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയാ, അതൊട്ടും ശരിയല്ലല്ലോ. പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു കൃത്യമായ ഒരു അജണ്ട ഉണ്ട്. അതാണ് നമ്മൾ അറിയേണ്ടത്. ആ അജണ്ടയെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മുഹറം 10 ഇസ്ലാമിക ചരിത്രത്തിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം എത്രയോ കഴിഞ്ഞിട്ടാണ് കർബല നടക്കുന്നത്. കർബലയിൽ ഹസൻ, ഹുസൈൻ ഇവരൊക്കെ ഇടപെട്ടിട്ടുള്ള അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കൾ, ഈ അവിടെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മൗത്ത് നടക്കുന്നത് ഈ കർബലയിലാണ്. അപ്പം അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖവർഷമാണ്. അങ്ങനെയാണ് ഈ ഷിയാക്കൾ ഒരു ദുഃഖവർഷം എന്ന നിലയിലാണ് കർബല ആചരിച്ചു വരുന്നത്. അന്നാണ് നെഞ്ഞത്തടിയും എല്ലാ കുതുകുലും ഷിയാക്കളുള്ള സ്ഥലത്തൊക്കെ ഇതിന്. പക്ഷേ നമ്മൾ അറിയേണ്ടത് ഈ ഷിയായിസം യഥാർത്ഥത്തിൽ നമ്മളെ കൂടി, നമ്മുടെ കേരളത്തിൽ പോലും ഈ ഷിയായിസം പിടിമുറുക്കിയിട്ടുണ്ട് എന്ന ഒരു ചരിത്രമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം നടക്കുന്ന ഒരു ലൈവായി നടക്കുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ കേരളത്തിൽ പോലും ഇത് വളരെ വ്യാപകമായി ഇത് നടന്നു വരുന്നത്. ഈ നോക്കിക്കോളി, ഈ മുഹറം പ്രവേശിച്ച് ഇനി ഈ 10 വരുന്ന സമയത്ത് ചില പള്ളികളും ചില സ്ഥാപനങ്ങളും വലിയ തോരണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ നടത്തുന്നത് മെല്ലെ 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 അത് വലിയൊരു പാർട്ടിയായി, അതൊരു സംഭവമായി ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ വരെ. അപ്പം കഴിഞ്ഞ ദിവസം 14 വർഷമായി ഒഴിവാക്കിയിരുന്ന ഒരു നേർച്ച, നമ്മളെ കൊണ്ടോട്ടി നേർച്ച 14 വർഷമായി സ്റ്റോപ്പ് ചെയ്തത്. ഇപ്പം ഈ വർഷം അത് വീണ്ടും എന്തു വന്നു, അത് പുനൽ വന്നപ്പോൾ അത് മുഴുവൻ നടത്തിയത് ഷിയാക്കളാണ്. അതിൻ്റെ ബാനറുകൾ, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് രേഖപ്പെടുത്തിയത് വരെ ആ ബാനറിൽ കാണാമായിരുന്നു. അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ എന്നൊക്കെ അവരുടെയൊക്കെ പേരുകളൊക്കെ വെച്ച് വലിയ ബാനറൊക്കെ വെച്ചിട്ടായിരുന്നു അത് നടത്തിയിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ ഈ അല്ലെങ്കിൽ തന്നെ ഈ ഖബർ പൂജയും ഖബറാരാധനയും ഈ ബിംബാരാധനയും ഖബർ കെട്ടിപ്പൊക്കലും ഈ ജാറങ്ങൾക്കൊക്കെ ഇമ്മാതിരി പ്രോത്സാഹനം നടത്തലും ഷിയാക്കളാണ്. ആ ഷിയായിസം കേരളത്തിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ, നമ്മൾ ഈ ആഘോഷത്തിന് വല്ലാത്ത ഒരു ആഗ്രഹമുള്ള ടീമാണ്. അതുകൊണ്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചത് ഇതിൻ്റെ ചരിത്ര വസ്തുതകൾ റസൂലുള്ള എതിർത്തതാണോ അല്ലെ അംഗീകരിക്കാത്തതാണോ ഇതൊന്നും നമ്മൾ നോക്കാറില്ല. അതുകൊണ്ട് ഇത് മെല്ലെ മെല്ലെ ഷിയായിസം പിടിമുറുക്കി വരുന്നുണ്ട് എന്ന ഒരു വസ്തുത നമ്മൾ അറിയണം. അത് കർബലയുടെ ഈ പേര് വെച്ചിട്ട് ഈ മുഹറം 10 വരുമ്പോൾ അതൊരാഘോഷ ചടങ്ങാക്കി പള്ളികളൊക്കെ അലങ്കരിക്കുന്ന, തോരണം വെക്കുന്ന, പല ജാതി തൂക്കി അങ്ങനെയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ പോലും അത് നടന്നു വരുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം നമ്മളറിയാതെ ശിർക്കിലേക്ക് നമ്മൾ ഇങ്ങനെ വഴിമാറിപ്പോകുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ അറിയണം. പിന്നെ നമ്മൾ അറിയേണ്ടത്, നമ്മൾക്ക് അള്ളാഹുവിലാണ് നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത്. നമ്മൾ ഏതേത് കാര്യത്തിനും നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത് അള്ളാഹുവിലാണ്. നമ്മൾക്ക് എന്ത് നൽകുന്നതും അള്ളാഹുവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി പറഞ്ഞത് എന്താ? ഖുൽ, നബിയെ പറയുക, ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, നമ്മൾക്ക് എന്താണ് വിധിച്ചിട്ടുള്ളത് അത് മാത്രമേ നമ്മൾക്ക് ബാധിക്കൂ. നമ്മൾ അതാണ് അറിയേണ്ടത്. അള്ളാഹുവിനാണ് നമ്മൾ ശരണം, അള്ളാഹുവിനാണ് നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത്. ഹുവ മൗലാന,
അള്ളാഹുവാണ് നമ്മളെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തിട്ടുള്ളത്. അള്ളാഹുവാണ് നമ്മുടെ മൗല. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അള്ളാഹുവിൽ സത്യവിശ്വാസികളെ നിങ്ങൾ തവക്കുൽ ചെയ്യണം. നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ജാറവും അതുമായി ബന്ധപ്പെട്ടതിനെ അല്ലല്ലോ നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത്. നമ്മൾ രാജ്യമൊട്ടാകെ ഒന്നിച്ചൊന്നായി ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിലേക്ക് ഒഴുകുമ്പോഴും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ കരുത്ത് അത് നിലനിർത്തുന്നിടത്താണ് നമ്മുടെ ഈമാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല ഈമാൻ അടിയുറച്ചു നിൽക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും അതിനോട് രാജിയാവുകയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സുന്നത്ത് കൃത്യമായി ജീവിതത്തിൽ പകർത്തുന്ന മുഅ്മിനുകളിൽ മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകളും കുറ്റങ്ങളും എല്ലാം അള്ളാഹു തആല അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് അതെല്ലാം വിട്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഒരുപാട് സഹോദരി സഹോദരങ്ങൾ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവരുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെ അവിടെ രോഗങ്ങൾക്ക് ശമനം നൽകി ശിഫ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളെ വേണ്ടപ്പെട്ടവർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, പണ്ഡിതന്മാർ എല്ലാവർക്കും അള്ളാഹുവേ മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്.